അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ പാട്ടിലൂടെ എന്ന പരിപാടിയിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് വേദികളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ആലപിക്കുകയും SSFൻ്റെ സാഹിത്യോത്സവങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ ഒരുപാട് മത്സര പരിപാടികളിലൊക്കെ തൻ്റെ മികവ് കാണിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് നമുക്ക് മുന്നിലുള്ളത്. മുർഷിദ് വെള്ളയൂർ. അരീക്കോടിനടുത്തുള്ള എളയൂർ എന്ന സ്ഥലത്താണ് മുർഷിദിൻ്റെ വീട്. കൂടുതൽ ഞാൻ ആമുഖങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ ഒരുപാട് മുർഷിദിൻ്റെ ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് ബുർദാവേദികളിലെ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട ഫാദിൽ ഉസ്താദിൻ്റെ ടീമിലെ മദ്ഹ് ഗായകനാണ് മുർഷിദ്. അൽഹംദുലില്ലാ. അപ്പോൾ മുർഷിദിൻ്റെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ കേരളക്കാർക്ക് പരിചിതമാണ്. ഒരുപാട് മനസ്സിൽ നല്ല തങ്ങി നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്ന ഒരുപാട് പാട്ടുകൾ മുർഷിദ് ആലപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് ഉപമിക്കാൻ പറ്റാത്തൊരു അത്ഭുതമേ എന്ന ആ ഒരു ഗാനം. നിങ്ങൾക്കെല്ലാവർക്കും ആ ഒരു ഗാനം പരിചയമുണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചും ആ പാട്ടൊക്കെ മുർഷിദിനെ കൊണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് പാടിപ്പിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മുർഷിദ്, എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ സുഖം. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ റമദാൻ 13 ഒരു പരിപാടിക്ക് വന്ന സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മുർഷിദിനെ കിട്ടിയപ്പോൾ ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുർഷിദിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. മുർഷിദ് എങ്ങനെയാണ് ഈ മദ്ഹിൻ്റെ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്? മദ്ഹിൻ്റെ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ അന്ന് 7ാം ക്ലാസ്സിലാണ്. അന്ന് നാട്ടിൽ അബ്ദുൽ ഷുക്കൂർ അസ്ലമി എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദ് മദ്രസയിൽ അധ്യാപകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനന്ന് നമ്മളെ ബോർഡിൻ്റെ മദ്രസയിലല്ലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ മദ്രസയിലായിരുന്നു. പക്ഷേ ഞാൻ ഞാനന്ന് സത്യം പറഞ്ഞാൽ SKSBവിലും SBSലും മെമ്പറായിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ ഞാൻ റബി ലെവലിലൊക്കെ അങ്ങനെ പാടുമ്പോഴും പിന്നെ മൊത്തത്തിൽ ഞാൻ പഠിക്കുന്ന മദ്രസയിൽ ദഫിന് പാടലുണ്ടായിരുന്നു. കലോത്സവത്തിലൊക്കെ മാപ്പിള പാട്ടിനൊക്കെ ജില്ലയിൽ പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു പാട്ടുകാരനാണെന്ന് അറിയാം. അപ്പോൾ ഈ ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് മദ്രസ അധ്യാപകനായി വന്നു. അങ്ങനെ ഉസ്താദാണ് ഫസ്റ്റ് ഒരു ബുർദൻ്റെ വേദി തന്നത്, പാടിപ്പിച്ച് അങ്ങനെ ബുർദൻ്റെ വേദി തന്ന് ഉസ്താദിൻ്റെ കൂടെ തന്നെ 1-2 വേദികളിലൊക്കെ നമ്മളെ പങ്കെടുപ്പിച്ച് അങ്ങനെയാണ് ഇതിനോടൊരു ക്രേസ് വന്നത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഉസ്താദ് ഫാദിൽ ഉസ്താദിനെയൊക്കെ കാണുമ്പോൾ ആ ഒരു ആഗ്രഹം പിന്നെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് അബ്ദുൽ ഷുക്കൂർ അസ്ലമി ഉസ്താദാണ്. അല്ല, ഉസ്താദിന് അല്ലാഹു തആല ഇതിനൊക്കെ ഒരു ബർക്കത്ത് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി, ചെറിയ മക്കളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ മുർഷിദിൻ്റെ ഒരു ജനങ്ങളിൽ ശ്രദ്ധ നേടിക്കൊടുത്തൊരു പാട്ടെന്ന് വെച്ചാൽ ഉപമിക്കാൻ പറ്റാത്തൊരു അത്ഭുതം അല്ലേ? അപ്പോൾ ആ പാട്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്? ആ പാട്ട് ഒരു സുഹൃത്ത് ത്വാഹിർ എന്ന് പറയും, ആള് ഒരു നാടനാണ്. അയാൾ ഒരു ബാർബർ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യണം. പക്ഷേ അയാൾക്ക് നല്ല മദ്ഹുകളൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് ഞാൻ മുബഷിർ അദനിയും അതുപോലെ നമ്മൾ മുബഷിർ അതിൻ്റെ കൂടെ ഒരു ഉസ്താദും കൂടി പാടിയ നമ്മളെ സ്വാദിഖ് പെരുന്താറ്റീൻ്റെ കുറച്ച് പാട്ടുകളുടെ കോർവ ഇറങ്ങിയിട്ട് ഞാൻ ഇന്നും അത് കേൾക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇയാളത് എപ്പോഴും നല്ലൊരു മദ്ഹ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ ഇയാൾക്ക് ഇത് കേൾപ്പിച്ചു. അങ്ങനെ കേൾപ്പിച്ചു. ഇയാളിതൊന്നും കേൾക്കണ്ടായി, നിങ്ങൾ തന്ന പാട്ട് ഭയങ്കര ഇഷ്ടമായി, നല്ല റാഹത്താണെന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊരു പാട്ട് തന്നു, ഞാനൊരു പാട്ട് കേൾക്കലുണ്ട്, ഇതൊന്ന് കേട്ടു നോക്കി, ഇതിലൊരുപാട് ആശയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് എനിക്ക് കേൾപ്പിച്ചു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പാടണം, ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊന്ന് എന്തായാലും കേട്ട് നോക്കിയാണ്. കേട്ട് നോക്കുമ്പോൾ അത് ഉപമിക്കാൻ പറ്റാത്തൊരു അത്ഭുതം. ആ പാട്ട് ഒന്നാമത്തെ വരി പറഞ്ഞ പോലെ തന്നെ അതൊരു അത്ഭുതപ്പെട്ട പാട്ട്. ഈ ഒരു പാട്ട് നമ്മൾ കീഴ്ശ്ശേരി ഒരു പരിപാടിക്കാണ് നിങ്ങൾ ആദ്യമായിട്ട് മുർഷിദ് പാടി അല്ലേ? ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് പാടിയത് അവിടെ അല്ല, ഒരു മൊത്തത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നത് അവിടെ നിന്നാണ് തോന്നുന്നു അല്ലേ? കണ്ണൂർ മമ്മാലിയാണ് ഇതിൻ്റെ രചയിതാവ്. കണ്ണൂർ മമ്മാലി. സംഗീതം ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമ്മളെ മറ്റേ പാട്ടുണ്ടല്ലേ, മലക്കുകൾ വരുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ രചിക്കുകയും സംഗീതം ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യുന്ന ആളാണ് കണ്ണൂർ മമ്മാലി. അപ്പോൾ മൂപ്പരാണ് ഈ പാട്ടിൻ്റെ രചയിതാവ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് മുർഷിദിൻ്റെ അടുത്ത് ഈ ഒരു പാട്ടെത്തിയത്. ത്വാഹിർ എന്ന് പറഞ്ഞ സുഹൃത്താണ് അല്ലേ? അങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ടാവും. നമ്മൾ സ്റ്റേജിൽ കേൾക്കുന്ന ഒരുപാട് ഗായകർ പാടുന്ന പാട്ടുകളൊക്കെ എത്തിപ്പെടുന്നത് ചിലപ്പം ബൈ ചാൻസ്
ആയിട്ട് കാണുന്ന പാട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വെറുതെ നോക്കുമ്പോൾ കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഞാനൊരു പാട്ടുണ്ട്, ഞാനിങ്ങനെ അജ്ഞത നീക്കിയ ആഷിഖ മുസ്ലിം പാട്ട് അറിയില്ലേ, അജ്ഞത, ആ പാട്ട് ഞാൻ ശരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് ഞാനൊരു പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ബസ്സിലാണ് ആ പാട്ടിട്ട് സിയാവുലേക്ക് പാടുന്നത് കേട്ടപ്പോൾ ഞാൻ വെറുതെ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എന്ത് ചെയ്ത് ഫോണിലത് റെക്കോർഡ് ചെയ്തു വെറുതെ. അങ്ങനെ യൂട്യൂബ് പോയി സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ആ പാട്ട് നമ്മളെ മേഖലയ്ക്ക് ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. ഞാൻ സ്ഥിരമായിട്ട് പാടുന്ന ആമീനബീത്തൻ മുത്തായി പിറന്നുള്ള പാട്ട്, അതുപോലെ മഹദിലെ 27 സ്വലാത്തിന് വേണ്ടി പോകുമ്പോൾ ഒരു ബസ്സിൽ അന്ന് 27 ആയതുകൊണ്ട് മാപ്പിളപ്പാട്ടുകൾ മാത്രം ഇട്ടു. അപ്പോഴാണ് ഈ പാട്ട് കണ്ണൂർ ഷെരീഫ്ക്ക പാടുന്ന പാട്ട് ഇങ്ങനെ ഈ ആമീനബീത്തൻ മുത്തായി പിറന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ വീട്ടിൽ പോയി സെർച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഒരുപാട് പാട്ടുകളെ എന്താ പറയുക ഉത്ഭവങ്ങൾ ഉണ്ടാകുക. എന്തായാലും അല്ലാഹു തആല മുർഷിദിൻ്റെ ഈ ഒരു കലാ ജീവിതത്തിൽ നല്ല ബർക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. ഒരുപാട് ഇനി പാടാനുള്ള ഭാഗ്യങ്ങൾ അല്ലാഹു തആല നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യുക, ഉപമിക്കാൻ പറ്റാത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടി കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ, സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന, സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിന്നൊരൽപ്പമല്ലേ, അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിന്നൊരൽപ്പമല്ലേ, സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ, പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും, ഹബീബേ അങ്ങയിൽ നിന്നും, സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന, സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. അമൂല്യമാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ, അനേകമം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മഹബത്തിൽ ലയിച്ചതല്ലേ, അമൂല്യമാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ, അനേകമം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മഹബത്തിൽ ലയിച്ചതല്ലേ, ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാത്തിം റസൂലിൻ്റെ സ്മരണയല്ലേ, ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാത്തിം റസൂലിൻ്റെ സ്മരണയല്ലേ, പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ
ഹബീബേ അങ്ങയിൽ നിന്നും, ഹബീബേ അങ്ങയിൽ നിന്നും സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന. മാഷാ അല്ലാ, മാഷാ അല്ലാ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ എനിക്ക് ഭയങ്കര മുർഷിദിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ഞാനിപ്പോൾ നിങ്ങളോട് പറയലുണ്ട്. സാഹിത്യോത്സവിൽ നിങ്ങൾ പാടുന്ന ഒരു മാപ്പിള പാടുന്നു, നമ്മളെ ഷിഹാബ്ക അരീക്കോട് സംഗീതം ചെയ്ത ആ ഒരു പാട്ട്. അതുപോലെ ഗുരുവാണ്. അതെ അതെ അതെ, ഷിഹാബ്കായിട്ട് നല്ല ബന്ധമാണ്. മുർഷിദിൻ്റെ ഗുരുവാണ്. ഗുരു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. നല്ല മനുഷ്യനാണ് മാഷാ, നല്ല സംഗീതമാണ്, നല്ല ആലാപനമാണ്. ഇപ്പോൾ ഷിഹാബ്ഖാനെ തിരിയാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം. മദീന മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ, ആ പാട്ട്. അതുപോലെ ഒരുപാട് മറ്റേ ഷിഹാബ് അരീക്കോട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് മുമ്പേ ഒരുപാട് മാപ്പിള പാട്ടുകളില്ലേ നമ്മളെ മത്സരങ്ങളിലൊക്കെ. ഒരു പഴയ പാട്ടുകാരനാണ്. മാപ്പിള പാട്ടുകൾ സംഗീതം ചെയ്തു, മൂപ്പര് സംഗീതം ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട്. കേരള സ്കൂൾ കലോത്സവത്തിലൊക്കെ സ്റ്റേറ്റ് ഒരു സമയത്ത് മൂപ്പര പാട്ടുകൾ തന്നെയായിരുന്നു ഫുള്ള്. അപ്പം നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് സാഹിത്യോത്സവം 2 വർഷം പാടിയിരുന്ന ഒരു പാട്ട്, ആ ജസ്റ്റ് എൻ്റെ പല്ലവി നമ്മളെ പ്രചാരം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിധമൊത്ത സമയമിൽ തിരുനബിയുള്ള വസതിയിലിറഷണ്ടോർ അനന്തത ഹൗഫതിനാൽ വിണ്ടേ മതിരക പതിയതിനമിറവരുണ്ട് മുതിയൊരു തിരുപ്പുകൾ 10 കയലുണ്ട് മുതൽവനിലമിറതും അതു പടിക്കൊണ്ടേ മുതിയമില്ലമ തരാരുമാ പെരുമാ തളകൃത നിലമ മധുമതിയശ കൂടെ പരിസമ കസവൊളി പാടി വിധമൊത്ത സമയമിൽ അരശർ തിരുനബിയുള്ള ബസതിയിലിറഷണ്ടോ അനന്തത ഹൗഫദിനാ. ഈ പാട്ട് എഴുതിയത് ഷഹീർ ചന്ദ്ര, ഒരു പുതിയ രചയിതാവ്. അപ്പോൾ ഷഹീർ ചന്ദ്ര അല്ലേ, മാഷാ അല്ലാ. എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ച മുർഷിദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്, എല്ലാവിധ നന്ദികളും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ പിന്നീട് ഒരിക്കൽ മറ്റൊരാളുമായിട്ട് നമുക്ക് പാട്ടിലൂടെ എന്ന പരിപാടി തുടരാം. അസ്സലാമു അലൈക്കും.